ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ്. പ്രത്യേകിച്ച് ഇറാനിലെ പ്രതിഷേധങ്ങൾക്കെല്ലാം ഒരു അവസാനമുണ്ടായിരിക്കുകയാണ്. അത് ഏതാണ്ട് ഇന്നലെ ഒരേ ഒരു സ്ഥലത്ത് മാത്രം, ഷിറാസ് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ തൊട്ട് ആ ഒരു താഴെ ഒരു കോർണറിൽ മാത്രം, ഞാൻ കാണിക്കുന്ന മാപ്പിൽ കാണിക്കുന്ന ഈ പോയിന്റ് വെച്ചിരിക്കുന്ന സ്ഥലത്ത് മാത്രമാണ് പ്രതിഷേധം നടന്നത്. ബാക്കി എല്ലാ പ്രതിഷേധങ്ങളും IRGC ഭരണകൂടം അടിച്ചമർത്തിയിരിക്കുകയാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണമായി തീർന്നത് ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് അത് മൊത്തത്തിൽ ജാം ചെയ്ത് ജനങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ തടസ്സപ്പെടുത്തിയതാണ് ഇതിൻ്റെ വിജയരഹസ്യം. അതാണ് ഈ പ്രതിഷേധം ഈ രീതിയിൽ അതാണ് ഈ പ്രതിഷേധത്തിനെ ഈ രീതിയിൽ ഒതുക്കാൻ പറ്റിയത് IRGCക്ക്. ഇപ്പോൾ IRGC ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വീടാന്തരം കയറിപ്പോയിട്ട് ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത ആൾക്കാർ, പ്രത്യേകിച്ച് ഇവർ ഐഡൻറ്റിറ്റി ഉറപ്പുവരുത്തി വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്, ലിസ്റ്റ്. ആ ലിസ്റ്റ് അനുസരിച്ചുള്ള ആൾക്കാരുടെ വീട് തോറും കയറി അവരെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ട്രംപ് പറഞ്ഞതുപോലെ 800 പേരെ തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിച്ചിരുന്നു. ഞങ്ങൾ അതിനെ തടഞ്ഞു. അങ്ങനെ 1000-ലധികം ആൾക്കാരുടെ ജീവൻ ഞങ്ങൾ രക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അമേരിക്ക വലിയ രക്ഷാപ്രവർത്തനം ചെയ്ത കണക്കാണ് കാര്യങ്ങൾ പുറത്ത് പറയുന്നത്. അമേരിക്ക പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആയിക്കോട്ടെ, അതായത് ഈ വധശിക്ഷ നടത്തുന്നു ഇറാൻ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ക്ലെയിമൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം തന്നെ വെറും നാടകങ്ങൾ മാത്രമാണ്. സ്റ്റിൽ അവർ മെഡിറ്ററേനിയൻ ഏരിയയിലേക്ക് തന്നെയാണ് അവരുടെ ഷിപ്പും കാര്യങ്ങളെല്ലാം തന്നെ, വാർഷിപ്പും കാര്യങ്ങളെല്ലാം തന്നെ നീങ്ങുന്നത്. ഇതെന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു തിരിച്ചുപോക്ക്, അല്ലാന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പിൻവാങ്ങൽ അങ്ങനെ പറയണ്ട. ഇരു കൂട്ടർക്കും ഒരു മാനക്കേട് വരാത്ത രീതിയിൽ ഒരു അമിക്കബിളി റിസോൾവ് ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ള അവസ്ഥയിലാണ് ഈ സ്റ്റേറ്റ്മെന്റുകളെല്ലാം പറഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ അടി തുടങ്ങിയ സമയം തൊട്ടേ എങ്ങനെയെങ്കിലും ഇറാന്റെ റെജീമിനെ അട്ടിമറിച്ച് കളയാം എന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയത്. പക്ഷെ ഇപ്പം ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും ചേർന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് ഇറാന്റെ റെജീമിനെ ഇപ്പം അട്ടിമറിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം. കാരണം വേറൊന്നുമില്ല, മിഡിൽ ഈസ്റ്റിലെ ഒരു ബാലൻസ് തകരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഇതിലുപരിയായിട്ട് അമേരിക്കയ്ക്കെതിരെയാണ് ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും. പ്രത്യക്ഷത്തിൽ അത് അങ്ങനെ തന്നെയാണ്. കാരണം ഈ ട്രംപ് താരിഫിന്റെ രാജാവായിട്ട് ഇങ്ങനെ താരിഫ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ. അതായത് ഗ്രീൻലാൻഡിനെതിരെ നിലപാടെടുക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും ഞാൻ ഇനി താരിഫ് പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾറെഡി തന്നെ ഒരു 500% താരിഫ് ഞാൻ ഇടും എന്ന് പറഞ്ഞിട്ട് ബ്രിക്സ് രാജ്യങ്ങളെ പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ടിരുന്ന ട്രംപിന് അത് അവിടെ തന്നെ നിൽക്കുകയാണ്. അത് തന്നെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അതിന് കപ്പാസിറ്റി ഇല്ല. ഒന്നാമത്തെ കാര്യം, 500% താരിഫ് എന്നൊക്കെ പറയാം, പക്ഷേ 500% താരിഫ് ആ രാജ്യത്തുള്ള ജനങ്ങളാണ് പേ ചെയ്യേണ്ടത്. ഇതൊക്കെ സാധ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ അല്ലാത്ത രീതിയിലുള്ള പ്രഖ്യാപനങ്ങളാണ് പലതും ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിവേ, അമേരിക്കയുടെ ഉള്ളിൽ തന്നെ ട്രംപ് പ്രഖ്യാപിക്കുന്ന എല്ലാ നയങ്ങളോടും അവിടുത്തെ ജനങ്ങളെല്ലാം തന്നെ യോജിക്കുന്നില്ല. അത് ഒന്നാമത്തെ കാര്യം. ട്രംപിന്റെ പാർട്ടിയിൽ തന്നെ, റിപ്പബ്ലിക്കൻസിന്റെ ഉള്ളിൽ തന്നെ അതിന് വിയോജിപ്പുണ്ട്. അതിലുപരിയായിട്ട് റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിലെ ഫാർ റൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ വെളുത്ത വർഗ്ഗക്കാരുടെ അതിതീവ്ര നിലപാടിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരാണ് ട്രംപിനെ കുഴലൂത്ത് നടത്തിക്കൊണ്ട് ട്രംപിന്റെ പ്രസ്താവനകളെ ഏറ്റുപിടിച്ചുകൊണ്ട് നടക്കുന്നത്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് പറഞ്ഞ സിദ്ധാന്തമാണ് ട്രംപ് മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ അമേരിക്ക ഇപ്പോൾ ഗ്രേറ്റ് അല്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അമേരിക്ക ശരിക്കും പറഞ്ഞാൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ അമേരിക്കയുടെ ആധിപത്യം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വെനിസുലയുടെ മേളിൽ പോയിട്ട് പുള്ളിക്കാരൻ എന്തൊക്കെയോ ചെയ്ത് കളയാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയത്. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് വെനിസുലയുടെ ആക്രമണം ഒരു പരാജയമായി തീർന്നിരിക്കുകയാണ്. നിക്കോളാസ് മദുറോവിനെ ഇനി ജീവിത അവസാനം വരെ അമേരിക്കയിൽ വെച്ച് തീറ്റിപ്പോറ്റേണ്ട ബാധ്യതയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് ട്രംപ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ട്രംപ് മീൻസ് അമേരിക്ക. ഇനിയിപ്പോൾ അയാളുടെ ഹെൽത്ത് എല്ലാം അമേരിക്ക നോക്കണം, അയാളുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇനി അമേരിക്ക നോക്കേണ്ട സാഹചര്യമാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ വെനിസുലയിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, എൻ്റെ അഭിപ്രായത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഈ നിക്കോളാസ് മദുറോവിനെ റിലീസ് ചെയ്യുന്നതായിരിക്കും അമേരിക്കയ്ക്ക് നല്ലത്. കാരണം ഇനി എന്തിനാണ് വെറുതെ ബാധ്യത ചുമക്കുന്നത്? കാരണം ഇപ്പം ഒരു കാര്യം മനസ്സിലാക്കുമ്പോഴത്തേക്കും ഈ വെനിസുലയിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ ഓക്കെ, എണ്ണയാണ് അമേരിക്കയുടെ ലക്ഷ്യം, എണ്ണ ലക്ഷ്യമാക്കി തന്നെയാണ് അമേരിക്ക നീങ്ങിയത്. പക്ഷേ എണ്ണ ലക്ഷ്യമാക്കിയിട്ട് അമേരിക്ക മുന്നോട്ട് പോയ സമയത്ത് സംഭവിച്ചത് വേറെ ഒന്നുമില്ല. ഈ എണ്ണ കമ്പനികൾ, അമേരിക്കയിലുള്ള എണ്ണ കമ്പനികൾ $100 ബില്യൺ ഞാൻ വെനിസുലയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമെന്നാണ് ട്രംപ് കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനം കഴിഞ്ഞിട്ട് ഈ എണ്ണ കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ഷെവറോൺ എന്ന് പറഞ്ഞ കമ്പനി ഇസ്രായേലിലേക്ക് ഗാസയുടെ അടുത്ത് കിടക്കുന്ന ലേവിയത്താൻ ഓയിൽ ഫീൽഡിലേക്ക് വരാൻ തയ്യാറാണെന്ന് സന്നദ്ധത അറിയിച്ച ഷെവറോൺ കമ്പനി, അതുപോലെ തന്നെ ഇറാഖിലേക്ക് പോകാൻ സന്നദ്ധത അറിയിച്ച എക്സോൺ മൊബൈൽ കമ്പനി, ഇവരാരും തന്നെ വെനിസുലയുടെ ഉള്ളിലേക്ക് പോകാൻ തയ്യാറല്ല. കാരണം വേറെ ഒന്നുമില്ല, വെനിസുലയുടെ ഓയിൽ റിഫൈൻ ചെയ്യാൻ ഒരു പ്രത്യേകതര റിഫൈനറി ടെക്നോളജി ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള റിഫൈനറി ബിൽഡപ്പ് സിസ്റ്റം കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആണ്. ആ ഒരു രീതിയിലേക്ക് റിഫൈനറി മോഡിഫൈ ചെയ്യേണ്ടതുണ്ട്. നിലവിലെ അമേരിക്കയുടെ റിഫൈനറികളെല്ലാം തന്നെ ഫുള്ളി ലോഡഡ് ആണ്. ഈ വെനിസുലയിൽ നിന്നും എടുക്കുന്ന എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സസ് ആണ്. അപ്പോൾ ഈ എക്സസ് ആയിട്ടുള്ള എണ്ണ മാർക്കറ്റിലേക്ക് വരുന്ന വെച്ചോ, ഇപ്പം തന്നെ നിലവിലെ എണ്ണയുടെ വില എത്രയാണ്? $60 താഴെയാണ് ഒരു ബാരൽ ക്രൂഡിന്. അപ്പോൾ ഇനി വെനിസുലയുടെ എക്സസീവ് ആയിട്ടുള്ള എണ്ണ ഇങ്ങനെ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുന്നുവെങ്കിൽ വീണ്ടും എണ്ണയുടെ വില കുറയും. എണ്ണ വില കുറയും എന്നുള്ള സിദ്ധാന്തം യൂറോപ്പ് സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? എണ്ണ വില കുറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയുടെ വാർ മെഷീൻ സ്റ്റോപ്പ് ആവും. കാരണം റഷ്യയുടെ വാർ മെഷീൻ ചലിക്കുന്നതിന് എണ്ണയുടെ പണം കൊണ്ടാണെന്നാണ് ഇവരുടെ സിദ്ധാന്തം. അതാണ് മനസ്സിലാക്കേണ്ടത്.
അമേരിക്ക യുറേനിയം വാങ്ങിച്ചു, പ്ലൂട്ടോണിയം വാങ്ങിച്ചൊക്കെ പൈസ കൊടുക്കുന്നതിൽ റഷ്യയുടെ വാർ മെഷീൻ ചലിക്കുന്നില്ല. എണ്ണ വിൽക്കുന്നതിലൂടെ മാത്രമാണ് വാർ മെഷീൻ ചലിക്കുന്നത് എന്നുള്ളതാണ് ലിൻസി ഗ്രഹാം പോലത്തെ ആൾക്കാരുടെയൊക്കെ ഫിലോസഫി. ആ പൊട്ടൻ ഫിലോസഫിക്ക് ഒത്താണ് അമേരിക്കയിലെ ട്രംപ് തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇപ്പൊ യൂറോപ്പ് അങ്ങനെയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുമല്ലോ. എക്സസീവ് ആയിട്ടുള്ള എണ്ണ മാർക്കറ്റിലേക്ക് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും എണ്ണ വില കുറയും. കാരണം ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണല്ലോ. അപ്പോൾ ഇവിടെ സപ്ലൈ കൂടുതലായി കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും എണ്ണ വില കുറയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റഷ്യയുടെ എണ്ണയുടെ വിലയും കുറയും. അപ്പോൾ റഷ്യക്ക് കിട്ടുന്ന എണ്ണപ്പണത്തിന്റെ റവന്യൂവിൽ കുറവ് രേഖപ്പെടുത്തും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റഷ്യ കൂടുതൽ ദുർബലപ്പെടും എന്നുള്ളതാണ് ഇവരുടെ ഒരു ഫിലോസഫി. ഈ പൊട്ട ഫിലോസഫിയാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. റഷ്യക്ക് മാത്രമല്ല എണ്ണ വില കുറയുന്നത്, ആഗോളതരത്തിലാണ് എണ്ണ വില കുറയുന്നത്. അമേരിക്കൻ മാർക്കറ്റിലുള്ള പല എണ്ണ കമ്പനികൾക്കും ഇത് തിരിച്ചടിയാണ്. കാരണം അവർക്കും എണ്ണ വില കുറയാണ്. എക്സ്പെൻസീവ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ച് എണ്ണ എടുത്തുകൊണ്ട് വന്ന് റിഫൈൻ ചെയ്ത് അത് മാർക്കറ്റിലേക്ക് എത്തിക്കുമ്പോഴത്തേക്കും ലാഭമില്ലാത്ത രീതിയിൽ കച്ചവടം ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പോൾ അത് ശരിക്കും അമേരിക്കൻ എണ്ണ കമ്പനികൾക്ക് വൻ നഷ്ടമാണ്. അതിനൊരു കാരണമായിട്ട് ജസ്റ്റ് ചൂണ്ടിക്കാണിച്ചതാണ് ഈ വെനിസുലയിലെ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റിയാണ്. അതുകൊണ്ട് ഞങ്ങൾ വെനിസുലയുടെ ഉള്ളിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞത് അമേരിക്കയിലുള്ള എണ്ണ കമ്പനികളാണ്. അത് അമേരിക്കൻ എണ്ണ കമ്പനികളുടെ ജസ്റ്റ് ഒരു എക്സ്ക്യൂസ് മാത്രമാണ്. ശരിക്കും യഥാർത്ഥ സത്യം ഇതാണ്. അവർക്ക് അത് ഇനി സ്പെഷ്യലായിട്ട് അധികം വെനിസുലയുടെ എണ്ണ കൊണ്ടുവന്ന് റിഫൈൻ ചെയ്യുന്നുവെങ്കിൽ ആ കമ്പനികളുടെ നിലവിലത്തെ മാർക്കറ്റ് പ്രൈസിനെ തകർക്കും. അത് ആ കമ്പനികൾക്ക് തന്നെയാണ് നഷ്ടം. ഇതുകൊണ്ട് തന്നെയാണ് വെനിസുലയുടെ ഉള്ളിലേക്ക് എണ്ണ കമ്പനികൾ പോകാൻ തയ്യാറാവാത്തത്. റഷ്യ അവിടെ യുദ്ധം നടത്തുന്നില്ല, അത് ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. അതിനിപ്പോൾ ഞങ്ങൾ എന്തിനാണ് വെനിസുലയിൽ പോയി എണ്ണ എടുത്ത് ഇപ്പം ഈ മാർക്കറ്റ് പ്രൈസ് കുറയ്ക്കുന്നത് എന്നുള്ളതാണ് അവരുടെ ചിന്താഗതി, കമ്പനിയുടെ ചിന്താഗതി. അത് ബിസിനസ് ചിന്താഗതി, കോർപ്പറേറ്റ് ചിന്താഗതി, അത് അങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അത് ഓക്കെ, ഒരു സൈഡിൽ അത് അങ്ങനെ നിൽക്കുന്നു. ഇനിയിപ്പോൾ നോക്കിക്കോളൂ. അപ്പം വെനിസുലയുടെ കാര്യത്തിൽ തീരുമാനമായി. ട്രംപ് ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല. ആ ഒരു ആക്രമണം വെറുതെയായി. ഒരു മിലിറ്ററി ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം $1 ബില്യൺ ചെലവ് വരുന്ന പരിപാടിയാണ്. ഈ എയർക്രാഫ്റ്റ് കരിയറുമായിട്ടൊക്കെ അങ്ങോട്ട് പോവുക, ഇത്രമാത്രം ട്രൂപ്പിനെ ഇറക്കുക, മാസങ്ങളോളം കണ്ണിൽ എണ്ണയൊഴിച്ച് മധുരാവ് എവിടെ പോയി ഡാൻസ് കളിക്കുന്നു, എവിടെ പോയി കിടന്നുറങ്ങുന്നു എന്നുള്ളതൊക്കെ മോണിറ്റർ ചെയ്യുക, ഇതിനുള്ള എഫേർട്ടൊക്കെ നോക്കൂ. ഇത്രമാത്രം എഫേർട്ട് ഇട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു. ഇതിനെല്ലാം വൻ പണച്ചെലവാണ്. അപ്പോൾ ഈ ചെലവിനുള്ള പൈസ പോലും ഇപ്പോൾ തിരിച്ചു കിട്ടാത്ത അവസ്ഥയാണ് വെനിസുലയിൽ നിന്നിപ്പം സംഭവിച്ചിരിക്കുന്നത്. ആകെ കൂടി കിട്ടിയത് മരിയ കൊറിനയുടെ ആ ഒരു നൊബേൽ സമ്മാനം ഷെയർ ചെയ്തത് മാത്രമാണ് ട്രംപിന് കിട്ടിയ ഒരു ബെനിഫിറ്റ്. അതൊരു സൈഡിൽ നിൽക്കട്ടെ. അപ്പോൾ വെനിസുലയുടെ കഥ തീരുമാനമായേ. ഇനി അവിടെ ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. കാരണം മാർക്കറ്റ് പ്രൈസ് കുറയ്ക്കാൻ എണ്ണ കമ്പനികൾ തയ്യാറല്ല. ഇനി അടുത്ത് ഇറാനിലേക്ക് വരൂ. അപ്പോൾ നേരെ ഇപ്പോൾ അടുത്ത് ഇറാനെ കൂടി അടിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അപ്പോൾ ഇറാനിലുള്ള എണ്ണയും കൂടി അമേരിക്കയ്ക്ക് എടുത്ത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല, നമ്പർ 1. അപ്പോൾ അതിനുള്ള കറക്റ്റ് ടൈം അല്ല ഇത്. ഇപ്പം അടിച്ചു കഴിഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ റെജീമിനെ തകർക്കുക എന്നുള്ളത് വളരെ എളുപ്പ പരിപാടി ആയിരുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അത്രമാത്രം പ്രതിഷേധം അതിരൂക്ഷമായ നിലയിൽ നടക്കുന്ന സാഹചര്യമായിരുന്നു. വേണമെങ്കിൽ അവർക്ക് യൂട്ടിലൈസ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇറാൻ അതിനെ വളരെ വിദഗ്ധമായിട്ട് ഇത്തവണ ഇന്റർനെറ്റ് കട്ട് ഓഫ് ചെയ്തുകൊണ്ട് കൃത്യമായി സൈലന്റ് ചെയ്തിരിക്കുകയാണ്. അതിൽ IRGC കൃത്യമായിട്ട് വിജയം കൈവരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് വെള്ളിയാഴ്ച ആയത്തുൽ ഖമനേയി പ്രയർ ലീഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ശനിയാഴ്ച പബ്ലിക്കിനെ അഡ്രസ്സ് ചെയ്തു. ശനിയാഴ്ച പബ്ലിക്കിനെ അഡ്രസ്സ് ചെയ്ത സമയത്ത് ആയത്തുൽ ഖമനേയി പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ രാജ്യത്ത് മരിച്ചു വീണ് ഞങ്ങളുടെ സിറ്റിസൺസ്, ഇവരെ ആരും ഞങ്ങളല്ല ഉപദ്രവിച്ചത്, ഞങ്ങളല്ല ഈ കൊലപാതകം ചെയ്തത്, ഇതിന്റെ ഉത്തരവാദി അമേരിക്കയും ഇസ്രായേലുമാണെന്നാണ് പുള്ളിക്കാരൻ ചൂണ്ടിക്കാണിച്ചത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് ഈ പ്രതിഷേധം നടത്തിയത് പുറം രാജ്യങ്ങളിൽ ഇറാൻ സിറ്റിസൺസ് എന്നുള്ള പേരിൽ ഇവിടെ താമസിക്കാൻ ആഗ്രഹിക്കാത്ത ആൾക്കാർ പുറം രാജ്യത്ത് നിന്ന് ഫണ്ട് മുടക്കിക്കൊണ്ട് ഇറാന്റെ ഉള്ളിലേക്ക് ഒരു പ്രതിഷേധം നടത്തിയതാണ്. സ്പോൺസേഡ് പ്രതിഷേധമായിരുന്നു. അതാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ രാജ്യത്തിനുള്ളിൽ രാജ്യവിരുദ്ധ പ്രവൃത്തിയിൽ ഏർപ്പെട്ട ആൾക്കാർ, ഞങ്ങളുടെ രാജ്യത്തുള്ള ജനങ്ങൾ എല്ലാവരും സമാധാനമായിട്ട് പ്രതിഷേധിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരു വിരോധവുമില്ല, ഞങ്ങൾ അതിനെ അനുകൂലിക്കുന്നുണ്ട്, അത് അവരുടെ അവകാശമാണ്. അതേസമയം ഞങ്ങൾ സർക്കാരിന്റെ സ്ഥാപനങ്ങൾ അടിച്ചു പൊട്ടിക്കുക, IRGC ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തുക, ഞങ്ങളുടെ പൊതുമുതൽ നശിപ്പിക്കുക, ഇമാതിരിപ്പെട്ട പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ആൾക്കാർ ശരിക്കും രാജ്യവിരുദ്ധ പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാരാണ്. അവരെ ഞങ്ങൾ തീർച്ചയായിട്ടും ടാർഗറ്റ് ചെയ്യും. പക്ഷെ അതിന്റെ കാരണം അമേരിക്കയാണെന്നുള്ളതാണ് പുള്ളിക്കാരൻ ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെ പുള്ളിക്കാരൻ സംസാരിച്ച സമയത്ത് പുള്ളിക്കാരന്റെ അനുയായികളായിട്ടുള്ള ആൾക്കാർ, അത് കേട്ടോണ്ടിരുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ടായിരുന്നു. വൻ ജനാവലി തന്നെയാണ്. ആ വൻ ജനാവലി ശരിക്കും ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു അമേരിക്ക എന്നുള്ള സ്ലോഗൻസ് ആണ് അവിടെ ഉയർത്തിയത്. ആ ഒരു ആർപ്പ് വിളിയോട് കൂടിയാണ് അവിടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയത്. ഇതാണ് നിലവിലെ ഇറാന്റെ അവസ്ഥ. ഇനി ഇറാൻ അഥവാ ഈ റെജീം അട്ടിമറിക്കപ്പെട്ടാൽ, ഇറാനിലെ റെജീം അട്ടിമറിക്കപ്പെട്ടാൽ ഇന്ത്യക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതേസമയം അതായത് ഇറാന്റെ ഓയിലും കൂടി ഡയറക്റ്റ് ആയിട്ട് മാർക്കറ്റിലേക്ക് വരും, ഓപ്പൺ മാർക്കറ്റിൽ. അത് ശരിക്കും പറഞ്ഞാൽ ഓയിൽ മാർക്കറ്റിൽ ഒരു വൻ തകർച്ച ഉണ്ടാക്കും. അതും അമേരിക്ക മുൻകൂട്ടി കാണുന്നു. ട്രംപ് മുൻകൂട്ടി കാണുന്നില്ല, ചില വിദഗ്ധർ ഇതിനെ മുൻകൂട്ടി കണ്ടിട്ട് ട്രംപിന് ഉപദേശം കൊടുത്തു. അത് ഇങ്ങനെയൊക്കെ സംഭവിക്കും. റഷ്യക്ക് നഷ്ടമുണ്ടാക്കുന്ന രീതിയിൽ ഇറാന്റെ ഓയിലും കൂടി നമ്മൾ കട്ട് ചെയ്യും. അതായത് വെനിസുലയിൽ നിന്നുമുള്ള ഓയിൽ ഇപ്പൊ ചൈനയിലേക്ക് പോകുന്നില്ല. ആ ക്രൂഡ് ഓയിൽ തന്നെ അവർ അമേരിക്ക വാങ്ങിച്ചിട്ട് ക്രൂഡ് ഓയിലായിട്ട് തന്നെയാണ് വിറ്റ് കാശുണ്ടാക്കുന്നത്. അല്ലാതെ അത് റിഫൈൻ ചെയ്തല്ല വിൽക്കുന്നത്. അത് റിഫൈൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇപ്പോൾ അമേരിക്കയ്ക്കില്ല. ഇനി ഒരു 2-3 വർഷം കൊണ്ട് പുതിയ റിഫൈനറികളൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ ഒരു ക്രൂഡ് ഓയിൽ അമേരിക്കയ്ക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയല്ല എന്നുള്ളത് തേർഡ് പാർട്ടി കൺട്രീസിന് വിൽക്കുക. റിലയൻസ് പോലത്തെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ വിൽക്കുക. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഓയിലും കൂടി ഇപ്പൊ ഇറാന്റെ ഓയിലും കൂടി ചൈനയ്ക്ക് പോകുന്നില്ല എങ്കിൽ
ചൈന റഷ്യയിൽ നിന്നും ഇറക്കുന്ന ഓയിലിന്റെ ഇറക്കുമതി കുത്തനെ കൂട്ടും. അങ്ങനെ കുത്തനെ കൂട്ടുമ്പോൾ വെനിസ്വേലയുടെ ഓയിൽ മാർക്കറ്റിലേക്ക് വരുന്നില്ല, അതുപോലെ ഇറാന്റെ ഓയിൽ മാർക്കറ്റിലേക്ക് വരുന്നില്ല. തന്നെ ഇതെല്ലാം കൂടി അമേരിക്ക എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഓയിൽ കുറഞ്ഞ വിലയ്ക്ക് ചീപ്പായിട്ട് കൊടുക്കേണ്ടി വരും. കാരണം അവരുടെ കയ്യിൽ ഒരുപാട് ഓയിൽ ഉണ്ട്. ആ സാഹചര്യത്തിൽ ചൈനയ്ക്ക് മാത്രം ഈ ഓയിൽ കിട്ടത്തില്ല. അപ്പൊ ചൈനയാണ് ഏറ്റവും കൂടുതൽ ഓയിൽ ഇപ്പോഴും റഷ്യയുടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ബയർ. അപ്പൊ അത് കൂടുതലായിട്ട് മാറും. ചൈനയുടെ ഈ ഒരു വിഷയം മനസ്സിലാക്കിക്കൊണ്ട് ചൈനയ്ക്ക് മാത്രം റഷ്യ ഒരു പ്രൈസ് അങ്ങ് ഫിക്സ് ചെയ്യും. അഥവാ ചൈനയ്ക്ക് അമേരിക്കയുടെ പക്കൽ നിന്ന് വാങ്ങണം, ഇറാൻ ഓയിൽ, വെനിസ്വേല ഓയിൽ എല്ലാം അമേരിക്ക ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അമേരിക്കൻ ഓയിൽ മാർക്കറ്റ് ആണല്ലോ ഉള്ളത്. അപ്പോൾ ഒരു സൈഡിൽ അമേരിക്കൻ ഓയിൽ മാർക്കറ്റ്, മറ്റൊരു സൈഡിൽ റഷ്യൻ ഓയിൽ മാർക്കറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും ചൈന റഷ്യൻ ഓയിൽ മാർക്കറ്റിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സാഹചര്യത്തിൽ റഷ്യ ചൈനയ്ക്ക് നല്ലൊരു പ്രൈസ് കൊടുക്കും. ആ പ്രൈസ് എന്ന് പറഞ്ഞാൽ നല്ല ഹൈ പ്രൈസ് ആയിരിക്കും. മറ്റുള്ള ഗ്ലോബൽ മാർക്കറ്റിൽ വരുന്ന രീതിയിലുള്ള കുറഞ്ഞ പ്രൈസിന് ചൈനയ്ക്ക് ഓയിൽ കിട്ടത്തില്ല. ചൈന പക്ഷെ അത് വാങ്ങിച്ചേ പറ്റൂ എന്നുള്ള അവസ്ഥയുണ്ടാവും. ആ സാഹചര്യത്തിൽ റഷ്യക്ക് വീണ്ടും റവന്യൂ കൂടുകയാണ്. അതായത് റഷ്യയുടെ വരുമാനം കുറയ്ക്കണം എന്നുള്ള രീതിയിൽ ഇവരെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തന്നെ റഷ്യക്ക് അനുകൂലമായിട്ട് മാറുകയും റഷ്യക്ക് കൂടുതൽ ഇൻകം നേടിക്കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ രൂപപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നോക്കിയിട്ടാണ് ഇപ്പൊ നിലവിലെ ഒരു റെജീം ചേഞ്ച് വേണ്ട എന്നുള്ള തീരുമാനമെടുത്ത് അമേരിക്ക മിണ്ടാതെ മൂലയിൽ പോയിരിക്കുന്നത്. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കാരണം വെനിസ്വേലയിൽ ആക്രമണം നടത്തി ആ ചെലവും പാഴായിപ്പോയി. ഇനിയിപ്പോൾ ഇതാ ഇറാന്റെ ഉള്ളിൽ ഇനിയിപ്പോൾ എത്ര കോടിയാണ് അമേരിക്കയും ഇസ്രായേലും കൂടെ ചേർന്ന് സ്പോൺസർ ചെയ്യുന്നത് നമുക്കറിയില്ല. ആ രീതിയിലുള്ള സ്പോൺസർഷിപ്പും ഇപ്പോൾ വെറുതെ ആവാൻ പോകുന്നു. റേസാ പഹലവിയും കുറെ മുടക്കിയിട്ടും വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഈ റെജീമിനെ അട്ടിമറിക്കാനുള്ള ആ ഒരു ശ്രമം പരാജയപ്പെട്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ നോക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ ഗ്രീൻലാൻഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഗ്രീൻലാൻഡ് 51ാമത്തെ അമേരിക്കൻ സ്റ്റേറ്റ് ആണെന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ടാണ് ട്രംപ് യൂറോപ്യൻസിനെ പ്രകോപിപ്പിക്കുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രിക്സ് രാജ്യങ്ങളുമായിട്ട് ചർച്ച നടത്തേണ്ട സാഹചര്യം രൂപപ്പെട്ടിരിക്കുകയാണ്, നമ്മൾ ആ ഒരു ടൈമിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞു വെക്കുന്നത്. അതായത് റഷ്യയും കൂടി യൂറോപ്യൻ രാജ്യമാണെന്നുള്ള രീതിയിൽ പറയാതെ പറയുകയാണ് മാക്രോൺ. ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ യൂറോപ്പിന്റെ ഒരു അവസ്ഥയാണ് മനസ്സിലാക്കേണ്ടത്. യൂറോപ്പ് ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് അറിയാത്ത അവസ്ഥയാണ്. കാരണം ഉർസുല വാണ്ടർലൈൻ യൂറോപ്യൻ യൂണിയന്റെ കമ്മീഷണർ എവിടെ പോയിരിക്കുകയാണ്? ബ്രസീലിൽ പോയിരിക്കുകയാണ്. ബ്രസീൽ ബ്രിക്സിലെ മെമ്പറാണ്. അതായത് ബ്രിക്സിലെ മെമ്പേഴ്സുമായിട്ട് നമ്മൾ സംസാരിക്കണം എന്നതിലുപരിയായിട്ട് ആ രാജ്യങ്ങളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കണം എന്നുള്ള ആ ഒരു തിരിച്ചറിവിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇത് ട്രംപ് കാരണമാണ് നടക്കുന്നത്. ട്രംപ് കാരണം നടക്കുന്ന നല്ല കാര്യങ്ങളിൽ വേണമെങ്കിൽ ഇതിനെ പെടുത്താം. ഉർസുല വോണ്ടർലൈൻ ബ്രസീൽ സന്ദർശിച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് വീക്ക് ഇന്ത്യ സന്ദർശിക്കും. ഇനി റഷ്യയുമായിട്ട് ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ് രാജ്യങ്ങളെല്ലാം തന്നെ ചർച്ച നടത്താനുള്ള മാനസികാവസ്ഥയിലാണ് ഇപ്പം നിലനിൽക്കുന്നത്. അത് ഏത് മൊമെന്റിലും ആ പ്രഖ്യാപനം വന്നേക്കാം. ഇതാണ് നിലവിലെ അവസ്ഥ. മാർക്കറിനെ ആണെങ്കിൽ ചൈന വിസിറ്റ് ചെയ്തു. ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിൽ ഓരോ മണിക്കൂറുകളിലും നടക്കുന്ന മാറ്റങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ നിർണായകമായിട്ടുള്ള മാറ്റങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ബ്രിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അവിടെ റഷ്യ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ബ്രിക്സ് ഇല്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ബ്രിക്സ് രാജ്യങ്ങളുമായിട്ട് സംസാരിക്കണം എന്ന് മാക്രോൺ പറയുമ്പോഴത്തേക്കും യൂറോപ്യൻ യൂണിയനിലെ വളരെ നിർണായകമായിട്ടുള്ള തീരുമാനമെടുക്കാൻ കപ്പാസിറ്റിയുള്ള വ്യക്തിയായിട്ടുള്ള മാക്രോൺ പറയുമ്പോഴത്തേക്കും എന്താണ് മനസ്സിലാക്കേണ്ടത്? റഷ്യയുമായിട്ട് ചേർന്ന് പോകാനുള്ള ഒരു നിലപാട് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ഇമീഡിയറ്റ് ആയിട്ടൊന്നും മഞ്ഞുരുകി എല്ലാം ഓക്കെ ആവത്തില്ല. പക്ഷേ ഈ ഒരു ഗ്രാജുവൽ പ്രോസസ്സ് ഇത് തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിനെ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്ത് നിന്നതുകൊണ്ട് മാത്രം സംഭവിച്ച ഒരു വീഴ്ചയായിട്ടാണ് യൂറോപ്യൻ യൂണിയൻ ഇതിനെ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയാണ് നമുക്ക് ഇത് വായിച്ചെടുക്കാൻ പറ്റുന്നത്. അപ്പം ഇറ്റലി ആണെങ്കിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഉക്രൈനിലേക്ക് മാത്രമല്ല ഗ്രീൻലാൻഡിലേക്കും ഞങ്ങൾ സോൾജേഴ്സിനെ അയക്കില്ല. അവരുടെ നിലപാടിൽ അവർ വളരെ വ്യക്തമാണ്. സ്റ്റേൺ ആയിട്ടുള്ള പൊസിഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന ജോർജിയ മെലോണിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതേസമയം യൂറോപ്യൻ യൂണിയനിൽ ഇറ്റലിയെ റെപ്രസെന്റ് ചെയ്ത് സംസാരിച്ച ഇറ്റലിയുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞാൽ ഉക്രൈൻ യുദ്ധം ആരാണോ തുടങ്ങിയത് അവർ തീർത്തു വെക്കട്ടെ. ഉക്രൈൻ യുദ്ധം ഉക്രൈൻ അല്ല തുടങ്ങി, അതുപോലെ യൂറോപ്പ് അല്ല തുടങ്ങിയത്. ഇതാരാണോ തുടങ്ങിയത് അവർ തീർത്തു വെക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പറഞ്ഞത് വേറെ ഒന്നുമല്ല, ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ സമയത്ത് കൃത്യമായിട്ട് അമേരിക്കയാണ് സെലൻസ്കിയെ വെച്ചിട്ട് ഈ യുദ്ധം തുടങ്ങിയത്. അപ്പൊ അവർ തന്നെ സംസാരിച്ച് തീർത്തത് അവസാനിപ്പിക്കട്ടെ. ഉക്രൈൻ യൂറോപ്യൻ യൂണിയന്റെ ഭാഗമല്ല, നാറ്റോയുടെ ഭാഗമല്ല. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രമാത്രം കിടന്ന് വെപ്രാളപ്പെടുന്നത് എന്നുള്ള ഒരു ചോദ്യമായിട്ടാണ് ഇത് പുള്ളിക്കാരൻ അവിടെ അവതരിപ്പിച്ചത്. ഇതാണ് ഇപ്പൊ നിലവിലെ യൂറോപ്പിന്റെ അവസ്ഥ. കംപ്ലീറ്റ് എല്ലാം തന്നെ തുറന്ന പുസ്തകമായിട്ട് ഇപ്പൊ എല്ലാവരും തന്നെ പൊട്ടിത്തെറിച്ച് പുറത്തു വരികയാണ്. ഇതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം വേറെ ഒന്നുമില്ല, ട്രംപ് എന്ന് പറഞ്ഞ ഒറ്റ വ്യക്തി ഇപ്പൊ ഗ്രീൻലാൻഡിനെ ചൊല്ലി യൂറോപ്യൻ യൂണിയന്റെ മേളിൽ താരിഫ് ഇടാൻ റെഡി ആയിട്ടിരിക്കുകയാണ് ട്രംപ്. ഇതാണ് ഇപ്പൊ നിലവിലെ അവസ്ഥ. താരിഫ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു സംഗതിയാണെന്നാണ് ട്രംപ് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ലോകത്തോടും അങ്ങനെ തന്നെയാണ് പറയുന്നത്, അമേരിക്കൻസിനോടും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് എത്ര കാലത്തേക്ക് ഈ ഒരു ബലൂൺ ഊതി വീർപ്പിച്ച് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് നമുക്കറിയില്ല. നിലവിലെ അവസ്ഥ ഇതാണ്. അപ്പോൾ എന്തായാലും കുറെ നിർണായകമായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് ആണ് ഞാനിവിടെ ക്രാക്ക് ഡൗൺ ചെയ്തത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.